നമസ്കാരം, സ്വാഗതം മിഡീസ് ടവറിലേക്ക്. നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. സൗദിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 17,000-ലധികം ക്യാപ്റ്റഗൺ ഗുളികകളും 4 കിലോ ഹഷീഷ് ഓയിലും പിടിച്ചെടുത്തു. ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് യമൻ അതിർത്തിയിൽ നിന്ന്. 3 പേർ അറസ്റ്റിൽ. കുറഞ്ഞ വിവാഹപ്രായം 18 ഉയർത്തി കുവൈത്ത്. ശൈശവ വിവാഹം തടയുക ലക്ഷ്യമെന്ന് നീതിന്യായ മന്ത്രാലയം. കുടുംബസ്ഥിരത ഉറപ്പാക്കാനും വിവാഹമോചന നിരക്ക് കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള നടപടി. ഒമാനിൽ കഴിഞ്ഞ വർഷം സന്ദർശനത്തിനെത്തിയത് 40 ലക്ഷം സഞ്ചാരികൾ. കൂടുതൽ പേർ UAE-യിൽ നിന്ന്. സന്ദർശകരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാമത്. ധോഫാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയത് 10.5 ലക്ഷം സഞ്ചാരികൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ പ്ലാനിന് പകരം പദ്ധതി തയ്യാറാക്കാൻ അറബ് രാജ്യങ്ങളുടെ നീക്കം. ഈ മാസം 27-ന് റിയാദിൽ നടക്കുന്ന അറബ് ലീഗ് ഉച്ചകോടി ഇതിന്റെ പ്രാഥമിക കരട് തയ്യാറാക്കും. ഈജിപ്തും ജോർദാനും UAE-യും ഇതിൽ പങ്കെടുക്കും. ഗസയുടെ പുനർനിർമ്മാണം, ഭാവി ഭരണം എന്നിവയും ചർച്ചയാകും. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറത്താക്കിയുള്ള പ്ലാൻ ആലോചിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനിടയിലാണ് ട്രംപുമായി മികച്ച ബന്ധമുള്ള അറബ് രാജ്യങ്ങൾ ബദൽ പദ്ധതി ആലോചിക്കുന്നത്. ഗസയിൽ നിന്നും ഫലസ്തീൻ ജനതയെ പുറത്താക്കാനാകില്ലെന്ന് അറബ് രാജ്യങ്ങൾ നിലപാടെടുത്തിരുന്നു. എങ്കിൽ ബദൽ വഴി പറയാമെന്നാണ് ട്രംപിന്റെ നിലപാടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അറബ് രാജ്യങ്ങൾ ഗസയുടെ പുനർനിർമ്മാണം, ഭാവി ഭരണം എന്നിവയിൽ ചർച്ചക്കൊരുങ്ങുന്നത്. വിഷയത്തിൽ ഈജിപ്ത് ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപ്രകാരം ഫലസ്തീൻ ജനതയെ നാടുകടത്താതെ പുനർനിർമ്മാണത്തിന് ആഗോള സഖ്യം രൂപീകരിക്കുകയാണ് ഒന്നാമത്തെ നിർദ്ദേശം. ഹമാസിന്റെ ഇടപെടലില്ലാത്ത ഗസ ഭരണത്തിന് ദേശീയ ഫലസ്തീൻ കമ്മിറ്റി എന്ന നിർദ്ദേശമാണ് രണ്ടാമത്തേത്. ഇതാകും ഗസ വിഷയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഹമാസിനെ ഭരണത്തിൽ നിന്നും ഇറക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ് ട്രംപും ഇസ്രയേലും. ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകും. ഏറ്റുമുട്ടലിലും വെടിനിർത്തലിലും ജനകീയമായും ഹമാസിന്റെ സ്വാധീനം ശക്തമായിരിക്കെ അവരുടെ നിലപാടും ഗസയുടെ ഭാവിയിൽ നിർണായകമായിരിക്കും. ഹമാസ് ഭരണത്തിൽ നിന്നും ഇറങ്ങണമെന്ന് ഇന്ന് UAE ഭരണാധികാരിയുടെ വക്താവും നിലപാടെടുത്തിരുന്നു. ഫലസ്തീന്റെ ഭരണം ഒരു ദേശീയ കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിൽ പക്ഷേ ഹമാസിന്റെ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നതാണ് നിബന്ധന. വിദേശ സൈനിക സാന്നിധ്യം പാടില്ലെന്നും ഹമാസ് പറഞ്ഞിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം അറബ് ഉച്ചകോടിയിൽ ചർച്ചയാകുമോ എന്നതും നിർണായകമായിരിക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഇനി മറ്റു ഗൾഫ് വാർത്തകളിലേക്ക് വന്നാൽ, സൗദിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി വസ്തുക്കളും ഗുളികകളും അതിർത്തി ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടിച്ചെടുത്തു. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായി ആന്റി നാർക്കോട്ടിക് വിഭാഗം അറിയിച്ചു. ലഹരി വസ്തുക്കളുടെ വൻ ശേഖരം രാജ്യത്തേക്ക് കടത്താനുള്ള ശ്രമം വിഫലമാക്കിയതായി സൗദി കസ്റ്റംസ്, നികുതി, സക്കാത്ത് അതോറിറ്റി വെളിപ്പെടുത്തി. ആന്റി നാർക്കോട്ടിക് വിഭാഗത്തിന്റെയും സുരക്ഷാ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ഇവ പിടിച്ചെടുത്തത്. 17,500 ക്യാപ്റ്റഗൺ ഗുളികകളും 4 കിലോ ഹാഷിഷുമാണ് 2 സംഭവങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തത്. സൗദി യമൻ അതിർത്തിയായ നെജ്റാനിലെ അൽവാദിയ ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് വേട്ട. യാത്രാ ബസിന്റെ ബോഡിക്കകത്ത് ഒളിപ്പിച്ച നിലയിലാണ് ക്യാപ്റ്റഗൺ ഗുളികകൾ കണ്ടെത്തിയത്. മറ്റൊരു സംഭവത്തിൽ ട്രെയിലറിന്റെ ബോഡിക്കകത്ത് ഒളിപ്പിച്ച നിലയിലാണ് ഹാഷിഷ് ശേഖരം കണ്ടെത്തിയത്. സംഭവത്തിൽ വാഹനങ്ങളുടെ ഡ്രൈവർമാരും ഇവ സ്വീകരിക്കാനെത്തിയ ഒരാളും ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. കേസ് തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ആന്റി നാർക്കോട്ടിക് വിഭാഗം വ്യക്തമാക്കി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈറ്റിൽ കുറഞ്ഞ വിവാഹപ്രായം 18 വയസ്സാക്കി ഉയർത്തി നീതിന്യായ മന്ത്രാലയം. ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി വരുത്തിയെന്ന് നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈത്ത് അറിയിച്ചു. വ്യക്തിഗത സ്റ്റാറ്റസ് നിയമത്തിലെ ആർട്ടിക്കിൾ 26-ഉം ജാഫരി വ്യക്തിത്വ നിയമത്തിലെ ആർട്ടിക്കിൾ 15-ഉമാണ് ഭേദഗതി ചെയ്തത്. കുട്ടികളെ ശൈശവ വിവാഹത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അവകാശം നടപ്പിലാക്കുന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് നിയമ ഭേദഗതി പ്രതിഫലിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്ത് കുടുംബത്തിന്റെ സ്ഥിരത വർദ്ധിപ്പിക്കാനും വിവാഹമോചന നിരക്കുകൾ കുറയ്ക്കാനും ഈ തീരുമാനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഭാവി തലമുറകൾക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു അന്തരീക്ഷം ഒരുക്കാനായി തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും നാസർ അൽ സുമൈത്ത് പറഞ്ഞു. ഇണകൾ വൈകാരികവും സാമൂഹികവുമായി പക്വത നേടിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനാണ് വിവാഹപ്രായം ഉയർത്തിയത്. കുടുംബസ്ഥിരതയും കുട്ടികളുടെ അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുകയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ പ്രായപൂർത്തിയാകാത്തവർക്കിടയിലെ വിവാഹമോചന നിരക്ക് മുതിർന്നവരെക്കാൾ ഇരട്ടിയാണ്. 2024-ൽ 1145 പ്രായപൂർത്തിയാകാത്ത വിവാഹങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നതായാണ് കണക്കുകൾ.
കുവൈത്തിൽ പ്രതിദിനം 15 വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മുൻപ് വിവിധ സർക്കാർ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ രാജ്യത്ത് വിവാഹമോചനത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. മദീനയിൽ പ്രവാചകന്റെ പള്ളിയിൽ അറ്റകുറ്റപ്പണി തുടരുന്നു. റൗലയിൽ ഇതിന്റെ ഭാഗമായി ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. റമദാന് മുന്നോടിയായാണ് നവീകരണ പ്രവർത്തനങ്ങൾ. കനത്ത തിരക്കാണ് നിലവിൽ മദീനയിലുള്ളത്. റമദാന് മുന്നോടിയായാണ് മദീനയിലെ പ്രവാചക പള്ളിയിലെ ഒരുക്കങ്ങൾ. വിശ്വാസികൾക്ക് പുണ്യകരമായ റൗലയിലും അറ്റകുറ്റപ്പണി പുരോഗമിക്കുകയാണ്. ഇതിനാൽ പ്രവാചക പള്ളിയുടെ പ്രധാന ഭാഗത്തും റൗലയിലും ചില സമയങ്ങളിൽ നിയന്ത്രണമുണ്ട്. പ്രവൃത്തികൾ മറ്റു ഭാഗങ്ങളിലും തുടരും. കനത്ത തിരക്കാണ് പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തുള്ളത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഓരോ ദിനവും മദീനയിലെത്തുന്നുണ്ട്. വിസകൾ ഉദാരമാക്കിയ സാഹചര്യത്തിലാണ് ഈ സ്ഥിതി. റമദാന് മുന്നോടിയായി അവസാന ഉംറ സംഘങ്ങൾ സൗദിയിലേക്ക് എത്തുന്നതും തുടരുകയാണ്. ഇതിനാൽ വരും ദിനങ്ങളിലും മക്കയിലും മദീനയിലും തിരക്കേറും. ഏഷ്യൻ രാജ്യക്കാരാണ് സന്ദർശകരിൽ കൂടുതലും. ഏപ്രിൽ 29-ന് മുന്നോടിയായി മുഴുവൻ ഉംറ വിസക്കാരും സൗദിയിൽ നിന്ന് മടങ്ങണം. ഏഷ്യൻ രാജ്യക്കാരുൾപ്പെടെ 14 രാജ്യക്കാർക്ക് വിവിധ വിസകളിൽ നിയന്ത്രണവും ഹജ്ജിന് മുന്നോടിയായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, മദീന. ഹജ്ജ് ബുക്കിംഗ് റദ്ദാക്കേണ്ട സാഹചര്യം. വരുന്ന ആഭ്യന്തര തീർത്ഥാടകർക്ക് കെട്ടിവച്ച പണം തിരിച്ചു ലഭിക്കാൻ വ്യവസ്ഥയായി. 4 സാഹചര്യങ്ങളിലായിരിക്കും പണം തിരികെ ലഭിക്കുക. ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. 4 സാഹചര്യങ്ങളിലാകും ഹജ്ജ് ബുക്കിംഗ് തുക തിരികെ ലഭിക്കുക. ആഭ്യന്തര തീർത്ഥാടകർക്കായിരിക്കും പുതിയ വ്യവസ്ഥ ബാധകമാവുക. ഹജ്ജ് ബുക്കിംഗിലെ പ്രധാനാപേക്ഷകന്റെ മരണം, പ്രധാനാപേക്ഷകരുടെ ഭാര്യയോ ഭർത്താവോ മരണപ്പെടുക, ഹജ്ജ് കർമ്മം നടത്താൻ കഴിയാത്ത തരത്തിൽ വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കൽ, ആക്രമണങ്ങളിൽ ഗുരുതര പരിക്കേൽക്കൽ എന്നീ സാഹചര്യങ്ങളിലായിരിക്കും ഹജ്ജ് ബുക്കിംഗ് തുക തിരികെ ലഭിക്കുക. ഇത്തരം സാഹചര്യങ്ങൾ തെളിയിക്കുന്ന രേഖകളും അപകടം നടന്ന തീയതിയും മന്ത്രാലയത്തിന് സമർപ്പിക്കേണ്ടി വരും. ആശുപത്രി രേഖകളും ശാരീരിക അവശത തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളും സമർപ്പിക്കേണ്ടതുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് അറബി ഭാഷയിലായിരിക്കണമെന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള രേഖകളാണെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ അറ്റസ്റ്റേഷൻ നിർബന്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം ഇ-ട്രാക്ക്, നുസുക് എന്നീ ആപ്പുകൾ ഉപയോഗിച്ച് ഹജ്ജ് ബുക്കിംഗ് റദ്ദ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കഴിഞ്ഞ വർഷം മാത്രം ഒമാനിലെത്തിയ സന്ദർശകരുടെ എണ്ണം 40 ലക്ഷമെന്ന് കണക്കുകൾ. സുൽത്താനേറ്റിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത് UAE-യിൽ നിന്നാണ്, രണ്ടാമത് ഇന്ത്യയിൽ നിന്ന്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ വിനോദസഞ്ചാര മന്ത്രാലയം നടത്തിയ പ്രൊമോഷണൽ ക്യാമ്പയിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒമാനിലെത്തിയവരിൽ UAE-യിൽ നിന്നുള്ളവരാണ് മുൻപിൽ. 11,85,880 പേരാണ് UAE-യിൽ നിന്ന് സുൽത്താനറ്റിലേക്ക് ഒഴുകിയത്. തൊട്ടു പിന്നിൽ ഇന്ത്യക്കാരുണ്ട്. 6,23,623 ഇന്ത്യൻ പൗരന്മാർ കഴിഞ്ഞ വർഷം ഒമാൻ സന്ദർശിച്ചു. 2,03,055 സഞ്ചാരികളുമായി യമനികളാണ് 3-ാം സ്ഥാനത്ത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ അടുത്തിടെ നടന്നിരുന്നു. വലിയ സ്വീകാര്യതയാണ് ക്യാമ്പയിന് ലഭിച്ചിരുന്നത്. ഇതിന്റെ ഫലം കൂടിയാണ് സന്ദർശകരിലെ വർധനവ്. ഒമാനി ചരിത്ര പൈതൃകം, പ്രകൃതിരമണീയമായ ടൂറിസം സാധ്യതകൾ, വിവാഹങ്ങൾ, ഇവന്റുകൾ, കോൺഫറൻസ്, എക്സിബിഷൻ ടൂറിസം തുടങ്ങി ഒട്ടനവധി ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തിലായിരുന്നു ക്യാമ്പയിൻ. അതേസമയം കഴിഞ്ഞ വർഷത്തെ ഖരീഫ് സീസണിൽ ദോഫാറിന്റെ പച്ചപ്പും സൗന്ദര്യവും കാണാനെത്തിയത് 10.5 ലക്ഷം സന്ദർശകരാണ്. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള കാലയളവിലാണ് ഇത്രയും സന്ദർശകർ ദോഫാറിലെത്തിയത്. മീഡിയ 1, മസ്കത്ത്. അനധികൃതമായി പൗരത്വം നേടിയവർക്കെതിരെ ശക്തമായ നടപടികൾ തുടർന്ന് കുവൈത്ത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയും മറ്റു വഴികളിലൂടെയും പൗരത്വ സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടുകളും കൈവശപ്പെടുത്തിയവർക്കെതിരെയാണ് നടപടികൾ സ്വീകരിക്കുന്നത്. DNA അടക്കമുള്ള നൂതന രീതികൾ ഉപയോഗിച്ചാണ് പരിശോധന. പൗരത്വം റദ്ദാക്കിയ ഒരാളുടെ ഫയലിൽ 100ഓളം പേരുടെ വ്യാജ ഐഡന്റിറ്റികൾ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പലരുടെയും രേഖകളിൽ കൃത്രിമം കണ്ടെത്തിയതായി അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ നടക്കുന്ന 5ാമത് റിയാദ് സീസണിലേക്ക് ഇതുവരെ എത്തിയത് 2 കോടിക്കടുത്ത് സന്ദർശകർ. ഒക്ടോബർ 12-നാണ് റിയാദ് സീസൺ ആരംഭിച്ചത്. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന റിയാദ് സീസൺ നടക്കുന്നത്. 1.9 കോടി സന്ദർശകരാണ് ഇതുവരെ റിയാദ് സീസണിൽ എത്തിയത്. ഒക്ടോബർ 12-ന് ആരംഭിച്ച സീസൺ ഈ വർഷം മാർച്ച് വരെ തുടരും. വിവിധ രാജ്യങ്ങൾ പങ്കാളിയാകുന്ന റിയാദ് സീസണിൽ സംഗീത പരിപാടികൾ, കലാപ്രദർശനങ്ങൾ, നാടകങ്ങൾ തുടങ്ങി നിരവധി വിനോദ പരിപാടികളാണ് നടക്കുന്നത്. 72 ലക്ഷം ചതുരശ്ര മീറ്ററിലാണ് സീസൺ വ്യാപിച്ചിരിക്കുന്നത്. 14 വ്യത്യസ്ത വിനോദ സോണുകൾ, 11 ലോക ചാമ്പ്യൻഷിപ്പ്, 10 ഫെസ്റ്റിവലുകൾ, മറ്റു പ്രദർശനങ്ങൾ എന്നിവയും സീസണിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
9 രാജ്യങ്ങളുടെ സംസ്കാരം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളും സംവിധാനിച്ചു. ഭക്ഷണപ്രേമികൾക്കായി സൗദി അറേബ്യയിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനപ്രിയ ഭക്ഷണങ്ങൾ ഇത്തവണ ലഭ്യമാക്കിയിട്ടുണ്ട്. റിയാദ് സീസണിന്റെ പ്രവേശന ടിക്കറ്റുകൾ VBook ആപ്പിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു. വ്യാജ ടിക്കറ്റുകളിൽ വഞ്ചിതരാകാതിരിക്കാൻ ആപ്പ് വഴി മാത്രമേ ടിക്കറ്റുകൾ എടുക്കാവൂ എന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. അവർ തുടരുന്നു. ഗസയിലേക്ക് കൂടുതൽ ഇന്ധനം എത്തിക്കുന്നതിന് തുടക്കം കുറിച്ച് ഖത്തർ 1.5 കോടി ലിറ്റർ ഇന്ധനമാണ് കൂടുതലായി എത്തിക്കുക. ഗസയിലെ ആശുപത്രികളിലേക്കും താമസ കേന്ദ്രങ്ങളിലേക്കും അടക്കം ഊർജം എത്തിക്കാൻ 3 കോടി ലിറ്റർ ഇന്ധനം എത്തിക്കാനാണ് ഖത്തർ അമീർ നിർദ്ദേശം നൽകിയത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ആദ്യ 10 ദിനം കൊണ്ട് 1.25 കോടി ലിറ്റർ ഇന്ധനം ഖത്തർ ഗസയിൽ എത്തിച്ചിരുന്നു. ട്രാഫിക് ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ നമ്പർ പ്ലേറ്റിൽ കൃത്രിമം കാണിച്ച 23 വാഹനങ്ങൾ ദുബായ് പോലീസ് പിടിച്ചെടുത്തു. നമ്പർ പ്ലേറ്റുകളിൽ മാറ്റം വരുത്തുന്നത് കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദുബായ് പോലീസിന്റെ ട്രാഫിക് വിഭാഗം ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്റൂയി പറഞ്ഞു. നമ്പർ പ്ലേറ്റിൽ രാസവസ്തുക്കൾ പുരട്ടിയും സ്റ്റിക്കർ ഒട്ടിച്ചും പ്ലേറ്റുകൾ വളച്ചും കൃത്രിമം കാണിക്കുന്നവരുണ്ട്. ഇത്തരക്കാരെ പിടികൂടാൻ പ്രധാന റോഡുകളിലും ഉൾ റോഡുകളിലും പരിശോധന ശക്തമാണെന്നും പോലീസ് പറഞ്ഞു. ദുബായ് അലൈൻ റോഡിൽ പുതിയ എക്സിറ്റ് തുറന്നു. അലൈൻ ദിശയിലെ എക്സിറ്റ് നമ്പർ 58 കടന്നാൽ അൽ ഫക്ക മേഖലയിലേക്കുള്ള യു ടേൺ എടുക്കാൻ സൗകര്യമുണ്ടാകുമെന്ന് ദുബായ് RTA അറിയിച്ചു. ഈ മേഖലയിലേക്കുള്ള ഗതാഗതം സുഗമമാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ എക്സിറ്റ് എന്ന് അധികൃതർ അറിയിച്ചു. IIT ഡൽഹിയുടെ അബുദാബി ക്യാമ്പസിൽ ബിരുദ പ്രവേശനത്തിനായി UAE നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് ആഗോളതലത്തിൽ മികച്ച പ്രതികരണം. ഈ മാസം 16-നും ഏപ്രിൽ 13-നും നടക്കുന്ന പരീക്ഷയ്ക്കായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകിയത്. IIT ഡൽഹിയുടെ അബുദാബി ക്യാമ്പസ്, ദുബൈ, ഷാർജ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് പ്രവേശന പരീക്ഷ നടക്കുക. IIT ഡൽഹിയുടെ അബുദാബി ക്യാമ്പസ്, ദുബൈ, ഷാർജ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് പ്രവേശന പരീക്ഷ നടക്കുക. എനർജി എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് 3 മണിക്കൂർ നീളുന്ന പ്രവേശന പരീക്ഷ. വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരിയിലും ഏപ്രിലിലും നടക്കുന്ന 2 പരീക്ഷകളിലും പങ്കെടുക്കാം. ഇതിൽ ഉയർന്ന സ്കോറായിരിക്കും സെലക്ഷനായി പരിഗണിക്കുക. ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് JEE അഡ്വാൻസ്ഡ് പരീക്ഷയിലെ സ്കോറാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ലോകത്തിലെ മുൻനിര എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നായ IIT അബുദാബിയിൽ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസിന് തുടക്കം കുറിച്ചത്. മീഡിയ 1, ദുബായ്. ദുബൈയിലെ ജെംസ് എഡ്യൂക്കേഷൻ നൽകുന്ന ഗ്ലോബൽ ടീച്ചർ പുരസ്കാരത്തിന് സൗദി അധ്യാപകൻ മൻസൂർ അൽ മൻസൂർ അർഹനായി. ദുബായിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ അവാർഡ് കൈമാറി. ക്ലാസ് റൂമിനും പുറത്തും വിദ്യാർത്ഥികളിൽ സ്വാധീനം ചെലുത്തിയ അധ്യാപകർക്കാണ് ഈ അവാർഡ് നൽകുന്നത്. ഒമാനിലെ മത്ര വിലായത്തിലെ വാദി കബീറിലെ വ്യാവസായിക ഏരിയയിൽ വൻ തീപിടുത്തം. ഇന്ന് പുലർച്ചെയായിരുന്നു ഡെക്കറേഷൻ വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായത്. മസ്കത്ത് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായമില്ല. വലിയ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിലായി ലേബർ ക്യാമ്പിൽ കഴിയുന്ന 42ഓളം വരുന്ന തൊഴിലാളികൾക്ക് സ്നേഹസ്പർശവുമായി SKSSF ബഹ്റൈൻ. വിക്കായ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ക്യാമ്പിൽ എത്തിച്ചു നൽകി. SKSSF ജനറൽ സെക്രട്ടറി നവാസ് കുണ്ട്ര, സജീർ പന്തക്കൽ, മോനു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കുവൈത്ത് ഖൈത്താനിലെ ഇംഗ്ലീഷ് മദ്രസ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് വിദ്യാർത്ഥികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സിറ്റി ക്ലിനിക്കിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് KIG കേന്ദ്ര വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ അലിഫ് ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു.
മദ്രസ പ്രിൻസിപ്പൽ KV ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ സ്മിത ബാലൻ, ഡോക്ടർ അനിൽകുമാർ എന്നിവർ വിദ്യാർത്ഥികളെ പരിശോധിച്ചു. അനീസ് അബ്ദുസലാം, ഫവാസ്, അബ്ദുൾ റസാഖ് നദ്വി, റസീന എന്നിവർ സംസാരിച്ചു. മസ്കറ്റ് KMCC ഖദറ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ KMCC ഖദറ ജേതാക്കളായി. ഒമാനിലെ പ്രഗത്ഭരായ 16 ടീമുകൾ അണിനിരന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ യൂത്ത് വിംഗ് ഒമാനാണ് രണ്ടാമതെത്തിയത്. ടോപ്പ് 10 ബർക്ക മൂന്നാമതായി. UDF RMPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരളീയ സമാജത്തിൽ വെച്ച് ഈ മാസം 22-ന് നടക്കുന്ന ഹൃദ്യം പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി. സ്വാഗത സംഘം ചെയർമാൻ KC ഷമീം, കൺവീനർ PK ഇഷാഖ് എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റിലെ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അഹ്മദി ഐ സ്മാഷ് ബാഡ്മിന്റൺ കോർട്ടിൽ നടന്ന മത്സരത്തിൽ പ്രൊഫഷണൽ വിഭാഗത്തിൽ അനീഫ് ധീരജ് ടീമാണ് വിജയികളായത്. ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ സുബൈർ ജിബിൻ ടീമും ലോവർ ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ ചിൻഡു സോബിൻ ടീമും ജേതാക്കളായി. വനിതാ വിഭാഗത്തിൽ ഒലീവിയ മാർഗരറ്റ് ടീം കിരീടം നേടി. കുര്യൻ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അമീർ അഹമ്മദ് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ആലപ്പുഴ ജില്ലാ ഭാരവാഹികൾ മറ്റു വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. 2025 വേൾഡ് സ്കോളേഴ്സ് കപ്പിൽ 1-ാം സ്ഥാനം നേടി ന്യൂ മില്ലേനിയം സ്കൂൾ ബഹ്റൈൻ. 20 സ്കൂളുകളിൽ നിന്ന് 900-ലധികം മത്സരാർത്ഥികളോട് മത്സരിച്ച ന്യൂ മില്ലേനിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ പ്രിൻസിപ്പലിനും വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിനും സസ്പെൻഷൻ. റാഗിംഗ് തടയുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. ഈസ്റ്റ് അവറിലേക്ക് വീണ്ടും. ബഹ്റൈനിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾക്കായി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് പ്രബുദ്ധൻ, നിസാർ കൊല്ലം, രാജ് ഉണ്ണികൃഷ്ണൻ, കിഷോർ കുമാർ, ബിനു കുണ്ട്ര എന്നിവർ സംസാരിച്ചു. അരങ്ങ് 2K25 എന്ന പേരിൽ ബഹ്റൈൻ പ്രതിഭ റിഫ മേഖല വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. വടംവലി മത്സരമടക്കം വിവിധ കായിക കലാ മത്സരങ്ങൾ ഈ മാസം 21-ന് അൽ അഖ്ലി സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ നടക്കും. റമദാനിനോടനുബന്ധിച്ച് ഡ്രീം ഡ്രൈവ് ക്യാമ്പയിനുമായി ലുലു ഒമാൻ. ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 8 നിസാൻ പാത്ത്ഫൈൻഡർ കാറുകളാണ്. സ്മാർട്ട് ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീൻ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ വേറെയുമുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന റമദാൻ സ്പെഷ്യൽ ഓഫറുകളും ഒമാനിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും തുടക്കമാക്കി. റമദാനിന് മുന്നോടിയായി ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ മേള ഒരുക്കുന്നതിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നൽകുകയാണ് ലുലു ഒമാൻ. തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 8 നിസാൻ പാത്ത്ഫൈൻഡർ കാറുകളാണ്. സ്മാർട്ട് ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീൻ, കിച്ചൺ മെറ്റീരിയൽ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയുമുണ്ട്. ഒമാനിലെ ഏത് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഒറ്റത്തവണ 10 റിയാലിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം ഡ്രീം ഡ്രൈവ് ക്യാമ്പയിൻ്റെ ഭാഗമാകാം. ഓരോ ആഴ്ചയിലും സമ്മാനങ്ങളുണ്ട്. പുണ്യമാസത്തെ വരവൽക്കരണങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയ റംസാൻ സൂക്കാണ് ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലെ മറ്റൊരു കാഴ്ച. മലയാളികൾക്കും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കസ്റ്റമേഴ്സിനും റമദാനിലെ നിത്യോപയോഗ സാധനങ്ങളായ ഈത്തപ്പഴം, റോസ് സിറപ്പ്, ക്രീം കാരമൽ, കൈമ റൈസ്, കടലമാവ്, ഓട്സ്, സമൂസ ഷീറ്റ് എന്നിവയ്ക്കായി പ്രത്യേകം ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും ലുലു അധികൃതർ പറഞ്ഞു. തെരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞെട്ടിക്കുന്ന വിലയിൽ ലഭിക്കുന്ന ഹാപ്പിനെസ് പ്രോഗ്രാമാണ് മറ്റൊരു ആകർഷണം. ഹാപ്പിനെസ് ലോയൽറ്റി കാർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ഓഫറിൽ ലഭിക്കുന്നതിനൊപ്പം പോയിന്റുകളും സ്വന്തമാക്കാം. ഈ പോയിന്റുകൾ ഉപയോഗിച്ച് മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. ഉപഭോക്താക്കൾ തുടർച്ചയായി നൽകുന്ന പിന്തുണയ്ക്കും വിശ്വാസ്യതയ്ക്കുമുള്ള ഞങ്ങളുടെ നന്ദി കൂടിയാണ് ഡ്രീം ഡ്രൈവ് ക്യാമ്പയിനും ഹാപ്പിനെസ് കാർഡുമെന്ന് ഒമാൻ റീജിയണൽ ഡയറക്ടർ ഷബീർ കെ പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മലർവാടി ബാലസംഗമം സംഘടിപ്പിച്ചു. വിവിധ വിനോദ പരിപാടികളും കലാമത്സരങ്ങളും നടന്നു. പ്രവാസികൾക്കായി ഫെഡറൽ ബാങ്ക് പുതിയ NRE സേവിങ്സ് അക്കൗണ്ട് പുറത്തിറക്കി. പ്രോസ്പെര എന്ന പേരിലാണ് പുതിയ അക്കൗണ്ട്. ദുബായിൽ വാർത്താ സമ്മേളനത്തിലാണ് ബാങ്ക് അധികൃതർ പ്രവാസികൾക്കായുള്ള പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്.
ഫെഡറൽ ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ KVS മണിയനാണ് പ്രവാസികൾക്കായി നടപ്പാക്കുന്ന പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. 60 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ, എയർപോർട്ട് ലോഞ്ച് ആക്സസ്, ഡെബിറ്റ് കാർഡ് റിവാർഡ് പോയിന്റ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്നതാണ് പ്രോസ്പെറ NRE സേവിങ്സ് അക്കൗണ്ട്. NRI is, of course, as I mentioned a while earlier, UAE is, of course, the core of our NRI franchise. This is where it all started. Having said that, now the franchise is wider and it goes beyond UAE, it goes in the region wider and also wider across the globe. So one plan is, of course, to reach more customers across the globe. So go beyond UAE. Of course, UAE continues to be very, very important. But in this region, we are also looking at Saudi Arabia as a special focus. Apart from that, other countries also are becoming Western countries, and Australia, New Zealand, Ireland, many other countries are becoming important. ഫെഡ് മൊബൈൽ ആപ്പ് വഴി പ്രവാസികൾക്ക് PIS അക്കൗണ്ട് തുടങ്ങാൻ സൗകര്യമൊരുക്കുന്ന പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മനോജ് നിർവഹിച്ചു. അനധികൃത സ്രോതസ്സുകളിൽ നിന്ന് പണം എത്തിയതിന്റെ പേരിൽ പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളും പണവും മരവിപ്പിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരായ PV ജോയ്, ഇക്ബാൽ മനോജ്, അബുദാബിയിലെ ചീഫ് റെപ്രസെന്റേറ്റീവ് ഓഫീസർ അരവിന്ദ് കാർത്തികേയൻ, ദുബൈയിലെ ചീഫ് റെപ്രസെന്റേറ്റീവ് ഓഫീസർ ഷെറിൻ കുര്യാക്കോസ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ഹസൂൺ ഗ്രൂപ്പിന്റെ ഫ്രാഞ്ചൈസിയായ വിഷൻ നമ്പർ 1 ദഹുവയുടെ സൗദിയിലെ ആദ്യ ബ്രാഞ്ചിന് തുടക്കമായി. റിയാദിലെ ബത്ത മാർക്കറ്റിലാണ് പുതിയ സംരംഭം. സുരക്ഷാ ഉപകരണ നിർമ്മാണ മേഖലയിൽ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ദഹുവ. 2005-ൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഹസൂൺ സ്ഥാപിതമായത്. മിഡിൽ ഈസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരക്ഷാ ടെലികമ്മ്യൂണിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരാണ് ഗ്രൂപ്പ്. 30ഓളം ബ്രാഞ്ചുകളാണ് ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. സുരക്ഷാ ഉപകരണ നിർമ്മാണ കമ്പനിയായ ദഹുവയുടെ ദേശീയ വിതരണക്കാരും അംഗീകൃത ഡീലറുമാണ് ഹസൂൺ. കഴിഞ്ഞ ദിവസമാണ് ഹസൂൺ ഗ്രൂപ്പിന്റെ ഫ്രാഞ്ചൈസിയായ വിഷൻ നമ്പർ 1 ദഹുവയുടെ സൗദിയിലെ ആദ്യ ബ്രാഞ്ചിന് തുടക്കമായത്. ഹസൂൺ ഗ്രൂപ്പ് MD മുസ്തഫ പൂവടിച്ചാലിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടങ്ങിയ ഹസൂൺ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ 20ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതിനിടയിൽ ഞങ്ങൾ 5 ഷോറൂമാണ് ഇപ്പം ഈ മാസങ്ങൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഷോറൂം എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി ആയിട്ടാണ് കൊടുക്കുന്നത്. ഹസൂൺ തുടങ്ങുകയല്ല ചെയ്യുന്നത്. ഹസൂൺ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. അതിന് ക്രൈറ്റീരിയകളൊന്നുമില്ല. 2 ക്രൈറ്റീരിയയാണ്: ടാലന്റഡ് സെയിൽസ്മാൻ, പ്രൈം ലൊക്കേഷൻ. ഈ 2 സാധനം ഉണ്ടെങ്കിൽ ഹസൂൺ വിൽ ബി സപ്പോർട്ട്. പ്രവർത്തനത്തിന്റെ 20 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് നിലവിൽ ഹസൂൺ ഗ്രൂപ്പ്. ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 5 പുതിയ ദഹുവ ടെക്നോളജി CCTV എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ ഫ്രാഞ്ചൈസികളായി തുറക്കും. الحمد لله افتتحنا المنفذ الخامس للبيع. الفرصة متاحة للجميع. وفر لنا موقع مميز وكادر محترف وخلي الباقي علينا وانضم لمجموعة منافذ بيع دهوة. അനുയോജ്യമായ സ്ഥലം, ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഫ്രാഞ്ചൈസി പങ്കാളിയായി ദഹുവ ഷോറൂം തുറക്കാനുള്ള അവസരം നിബന്ധനകൾക്ക് വിധേയമായി ഗ്രൂപ്പ് നൽകുന്നുണ്ട്. This is your chance. Join us and grow up together. ദഹുവ ഫ്രാഞ്ചൈസികൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഹസൂൺ മാനേജ്മെന്റുമായി ബന്ധപ്പെടണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ കമ്പനി ജനറൽ മാനേജർ മുഹമ്മദ് ആഷിഖ്, സെയിൽസ് ഡയറക്ടർ അബ്ദുൽ സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. മീഡിയ 1 റിയാദ്. വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ K മുഹമ്മദ് ഈസയുടെ വേർപാട് ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് തീരാ നഷ്ടമാണെന്ന് ഇന്ത്യൻ അംബാസിഡർ വിപുൽ KMCC ഖത്തർ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അംബാസിഡർ. സാംസ്കാരിക, സാമൂഹിക, കായിക മേഖലയിൽ നിസ്തുല സേവനങ്ങൾ അർപ്പിച്ച K മുഹമ്മദ് ഈസയുടെ വേർപാട് ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് തീരാ നഷ്ടമാണെന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. അദ്ദേഹവുമായി അടുത്തിടപെടാൻ ലഭിച്ച അവസരങ്ങൾ ഓർത്തെടുത്ത അംബാസിഡർ ഊർജ്ജസ്വലമായ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക മേഖലയിലെ സംഭാവനകളെ സ്മരിച്ചു. KMCC ഖത്തർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള അനുശോചന പ്രസംഗം നടത്തി. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ KMCCക്ക് താങ്ങും തണലുമായിരുന്നു ഈസക്കെയെന്ന് അദ്ദേഹം പറഞ്ഞു. കൊണ്ടോട്ടി MLA TB ഇബ്രാഹിം,
ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, IBPC പ്രസിഡന്റ് താഹ മുഹമ്മദ്, KMCC ഭാരവാഹികളായ SAM ബഷീർ, അബ്ദുൽ നാസർ നാച്ചി, വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളായ PN ബാബുരാജ്, ഹൈദർ ചുങ്കത്തറ, സാബിത് സഹീർ, ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. KMCC ഖത്തർ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് സ്വാഗതവും ട്രഷറർ PSM ഹുസൈൻ നന്ദിയും പറഞ്ഞു. മീഡിയ 1 ദോഹ. അന്തരിച്ച ഖത്തറിലെ മലയാളി വ്യവസായിയും കലാകായിക മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന K മുഹമ്മദ് ഈസ എന്ന ഈസക്കയുടെ അനുസ്മരണ സമ്മേളനം നാളെ ദോഹയിൽ നടക്കും. ഈസയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് ദോഹ സ്റ്റേഡിയത്തിൽ വിപുലമായ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ദോഹ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിലെ ഓരോ മണൽത്തരികൾക്കും പുൽനാമ്പുകൾക്കും ഈസക്ക എന്ന കുറിയ വലിയ മനുഷ്യനെ അറിയാം. കളിയും പാട്ടും ആരവങ്ങളുമായി ഓരോ തണുപ്പിലും ഈസക്ക വിളിക്കും. പ്രവാസത്തിന്റെ നീറ്റലുകൾ മറക്കാൻ മലയാളികൾ ഒഴുകി വരും. തീർന്നു പോകരുതേ എന്നാഗ്രഹിച്ച ഒരു കിഫ് മത്സരം പെട്ടെന്ന് നിന്നുപോയതുപോലെ ഈസക്കയും യാത്ര പറയാൻ നിൽക്കാതെ ആരവങ്ങൾക്കപ്പുറത്തേക്ക് മറഞ്ഞു. ഞെട്ടലും വേദനയും ഖത്തറുകാർക്ക് പെട്ടെന്നൊന്നും തീരില്ല. ഈസക്കയുടെ ശ്വാസനിശ്വാസങ്ങൾ തങ്ങി നിൽക്കുന്ന അതേ ദോഹ സ്റ്റേഡിയത്തിൽ ഒരിക്കൽ കൂടി ഖത്തറിലെ മലയാളി പ്രവാസികൾ ഒരുമിച്ച് ചേരുന്നു. ഇത്തവണ പക്ഷേ ഈസക്കയല്ല സംഘടിപ്പിക്കുന്നത്, ഈസക്കയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നതാണ്. ഖത്തറിലെ മാത്രമല്ല ഇന്ത്യക്കകത്തുമുള്ള കായിക താരങ്ങളുടെയും കായിക പ്രേമികളുടെയും വലിയൊരു ആശ്രയമായിരുന്നു വിട പറഞ്ഞ ഈസക്ക. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും വലിയൊരു ശൂന്യതയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാം. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം ശനിയാഴ്ച ഫെബ്രുവരി 15 രാത്രി 8 മണിക്ക് ഈസക്കയുടെ ഇഷ്ടവേദിയായ ദോഹ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. ഖത്തറിലെയും നാട്ടിലെയും കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കളും പ്രമുഖരും അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് കിഫ് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാത്രി 8 മണിയോടെ ചടങ്ങ് തുടങ്ങും. മീഡിയ 1 ദോഹ. ഇടവേള. തൃശൂർ കവർച്ചയിൽ ബാങ്കിന്റെ ഭാഗത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഫെഡറൽ ബാങ്ക് CEO KVS മണിയൻ സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശമുണ്ടായാൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ദുബൈയിൽ പറഞ്ഞു. If it is a security lapse, we will see what steps we need to take. But our initial assessment is it's not a security lapse. It's just a gunman who walked in with a gun and cashier had no choice but to part with the cash. But we'll review. OICC കുവൈത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 7ാമത് ഷ്വൈബ് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. ലിപിൻ മുഴക്കുന്ന് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ BS പിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോബിൻ ജോസ്, ശരൺ കോമത്ത്, ഷോബിൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഇബ്രാഹിം കുട്ടി, ബിനോയ് കരിമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൗദിയിൽ അൽ ഹസയിൽ മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി ചേന്നംകുട്ടി വീട്ടിൽ നാണു സതീഷിന്റെ മൃതദേഹമാണ് നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയച്ചത്. അസുഖബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സതീശൻ 1.5 വർഷത്തിലേറെയായി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. നവോദയ കൺവീനർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം നാട്ടിലേക്ക് അയച്ചത്. സൗദിയിലെ ദമാമിൽ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ മലയാളി മരിച്ചു. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി കമറുദ്ദീനാണ് മരിച്ചത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും സാമഗ്രികൾ കമറുദ്ദീന്റെ മുകളിലേക്ക് വീണാണ് അപകടം. ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായ കമറുദ്ദീൻ 12 വർഷമായി ഖത്തീഫിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി ദമാമിൽ മറവ് ചെയ്യുമെന്ന് നിയമ നടപടികൾ നേതൃത്വം നൽകുന്ന KMCC സാമൂഹ്യ പ്രവർത്തകരും ബന്ധുക്കളും അറിയിച്ചു. മലപ്പുറം സ്വദേശിയായ യുവാവ് കുവൈത്തിൽ എണ്ണ മേഖലയിലുണ്ടായ അപകടത്തിൽ മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിഷാദ് മണക്കടവൻ ആണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ബ്രൂണൈൽ കമ്പനി ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 7,990 രൂപ, പവന് 63,920, 18 ക്യാരറ്റ് ഗ്രാമിന് 6,585 രൂപ, പവന് 52,680, വെള്ളി ഗ്രാമിന് 107 രൂപ. ഇന്നത്തെ മിഡ് ഈസ്റ്റ് അവർ അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.